23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പുടിൻ എത്തുന്നത്. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുമായി പുടിൻ ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരും. ഉണ്ണികൃഷ്ണൻ, ഇന്നാണ് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പുടിൻ ഇന്ത്യയിലെത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വളരെ നിർണായകമായ ഒരു ചർച്ച, അതോടൊപ്പം തന്നെ കൂടിക്കാഴ്ചയെല്ലാം തന്നെ നടക്കുന്നതെന്ന് തന്നെയാണ് പ്രധാനമായും പറയേണ്ടത്. ഇന്ന് വൈകിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയാണ് അതിൽ ഏറ്റവും നിർണായകം. അത് ഹൈദരാബാദ് ഹൗസിലാണ് വൈകിട്ട് ഈ കൂടിക്കാഴ്ച നടക്കുക. 23ാം ഇന്ത്യ-റഷ്യ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. കൂടാതെ നിർണായകമായ ചില ചർച്ചകൾ, നിർണായകമായ ചില കരാറുകളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും യുക്രൈൻ റഷ്യ സംഘർഷം നടന്നതിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് പുടിൻ്റേത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും പുടിൻ കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഉപരോധം, അതായത് ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി, തീരുവയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ ഉള്ളൊരു ഘട്ടം തന്നെയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കണമെന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ അമേരിക്ക ആവശ്യപ്പെടുന്നൊരു സാഹചര്യം ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പുടിൻ ഇന്ത്യയിലേക്ക് വന്നത് എന്നതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പ്രതിരോധം, സൈനികേതര ആണവോർജ്ജം, വ്യാപാരം തുടങ്ങിയ രംഗങ്ങളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾ, ധാരണകൾ ഇതെല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്ന ഒരു വിവരം. കൂടാതെ കൂടുതൽ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം, സുഖോയ് 57 സ്റ്റെൽസ് യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവ വാങ്ങുന്നതിനെക്കുറിച്ചും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുമെന്നാണ് സൂചനയായിട്ട് വരുന്നത്. കൂടാതെ ചില വ്യാപാര ചർച്ചകളും വ്യാപാര കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയിൽ ഉണ്ടാകും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായൊരു കൂടിക്കാഴ്ച തന്നെയാണ് ഉണ്ടാവുന്നത് എന്നതും കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതാണ്. പ്രധാനപ്പെട്ട ഒരു നേതാവ്, ലോകരാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് പുടിൻ എന്ന് പറയുന്നത്. പുടിൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഊർജ്ജസ്വലമാകുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കും കടക്കുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് അത്താഴ വിരുന്ന് ഒരുക്കുന്നു എന്ന വിവരം കൂടി ഇതോടൊപ്പമുണ്ട്. എന്തായാലും ലോകരാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വൈകിട്ട് ഇന്ത്യയിലെത്തും. ഇന്ത്യ-റഷ്യ ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കും. ശരി. 23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. 2 ദിവസത്തെ സന്ദർശനത്തിലാണ് പുടിൻ എത്തുന്നത്. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുമായി പുടിൻ ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യം. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും സമ്മർദ്ദത്തിലാക്കി ശശി തരൂർ MP. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഉത്തരവാദിത്തം മറന്ന് പെരുമാറുന്നുവെന്നാണ് തരൂരിന്റെ വിമർശനം. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനാണ് പ്രതിപക്ഷം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിക്കുന്നു. പാർലമെന്റിനകത്ത് ചർച്ചകളിലൂടെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാതെ ബഹളമുണ്ടാക്കി ചർച്ചകളെയും സഭാ നടപടികളും തടസ്സപ്പെടുത്തുന്ന രീതിയാണ് പ്രതിപക്ഷം തുടരുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് BJP നടത്തിക്കൊണ്ടിരുന്ന അതേ രീതിയിലാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. ഇത് ശരിയല്ല. നഷ്ടമുണ്ടാകുന്നത് പ്രതിപക്ഷത്തിന് തന്നെയാണെന്ന് ശശി തരൂർ ലേഖനത്തിൽ പറയുന്നു.